ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. വാറൻ ഒരു പള്ളിയുടെ പാസ്റ്ററായി ഒരു ചെറിയ പട്ടണത്തിലേക്ക് മാറി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാഥമിക വിജയം ലഭിച്ച ശേഷം നാട്ടുകാരിൽ ഒരാൾ അദ്ദേഹത്തിന് എതിരായി മാറി. വാറൻ ഭയാനകമായ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാരോപിച്ച് ഒരു കഥ തയ്യാറാക്കിയ ഇയാൾ ഈ കഥ പ്രാദേശിക പത്രങ്ങൾക്ക് നൽകുകയും പ്രദേശവാസികൾക്ക് മെയിൽ വഴി വിതരണം ചെയ്യുന്നതിനായി തൻ്റെ ആരോപണങ്ങൾ ലഘുലേഖയായി അച്ചടിക്കുകയും ചെയ്തു. വാറനും ഭാര്യയും തീവ്രമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആളുകൾ ആ നുണ വിശ്വസിച്ചാൽ അവരുടെ ജീവിതം അവസാനിക്കും. ദാവീദ് രാജാവ് ഒരിക്കൽ സമാനമായ അനുഭവം നേരിട്ടു. ഒരു ശത്രുവിൻ്റെ അപവാദ ആക്രമണത്തെ അവൻ നേരിട്ടു. ഇടപെടാതെ അവർ എൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു എന്ന് സങ്കീർത്തനം 56:5 പറയുന്നു. നിരന്തരമായ ഈ ആക്രമണം അവന് ഭയവും കണ്ണുനീരും നൽകി. എന്നാൽ പോരാട്ടത്തിൻ്റെ മധ്യേ അവൻ ഈ ശക്തമായ പ്രാർത്ഥന നടത്തി: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദാവീദിൻ്റെ പ്രാർത്ഥന ഇന്ന് നമുക്ക് ഒരു മാതൃകയാക്കാൻ കഴിയും. ഞാൻ ഭയപ്പെടുമ്പോൾ, ഭയത്തിൻ്റെയോ ആരോപണത്തിൻ്റെയോ സമയങ്ങളിൽ നാം ദൈവത്തിലേക്ക് തിരിയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നാം നമ്മുടെ യുദ്ധത്തെ ശക്തമായ കൈകളിൽ ഏൽപ്പിക്കുന്നു. കേവലം മനുഷ്യരായവർക്ക് എന്നെ എന്തു ചെയ്യുവാൻ കഴിയും? അവനോട് ചേർന്ന് സാഹചര്യത്തെ നേരിടുമ്പോഴാണ് നമുക്കെതിരായ ശക്തികൾ എത്രത്തോളം ദുർബലമാണെന്ന് നാം ഓർക്കുന്നത്. വാറനെക്കുറിച്ചുള്ള കഥാപാത്രം അവഗണിച്ചു. ചില കാരണങ്ങളാൽ ലഘുലേഖകൾ ഒരിക്കലും വിതരണം ചെയ്യപ്പെട്ടില്ല. ഇന്ന് നിങ്ങൾ എന്തു പോരാട്ടത്തെയാണ് ഭയപ്പെടുന്നത്? ദൈവത്തോട് സംസാരിക്കുക. നിങ്ങളോട് ചേർന്ന് യുദ്ധം ചെയ്യാൻ അവൻ തയ്യാറാണ്. ഗോഡ് ബ്ലെസ് യു.